പ്രിയപ്പെട്ടവരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഈ ആഴ്ച കർത്താവ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കർത്താവിന് നമുക്ക് നന്ദി പറയാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. കൃപയാലും അനുഗ്രഹങ്ങളാലും കർത്താവ് നമ്മെ ഓരോരുത്തരെയും നിറച്ചിരിക്കുക. കർത്താവിൻ്റെ വചനം ശ്രവിച്ച് ആത്മീയമായ ഒരു ഉണർവ്, ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവും ഉന്മേഷവും നമ്മളെല്ലാവരും സ്വീകരിച്ചിരിക്കുക. അപ്പോൾ കർത്താവിന് അതിനെ ഓർത്ത് നന്ദി പറയാം. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പ്രകാരം കാണുന്നുണ്ട്: നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ ഒരിക്കലും നിരുത്സാഹരാകരുത്. നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും നിരുത്സാഹരാകരുത്. അപ്പോൾ നമുക്ക് പറ്റുന്ന ചെറിയ ചെറിയ നന്മകൾ അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ ഒരു വാക്കാവാം, നമ്മുടെ ഒരു സഹായമാവാം, നമ്മുടെ ഒരു പ്രവൃത്തിയാകാം, നമ്മുടെ ഒരു സാന്നിധ്യമാകാം, മറ്റുള്ളവർക്കതൊരു നന്മയായി അനുഗ്രഹമായി മാറ്റുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ച ധ്യാനത്തിൽ സംബന്ധിച്ച് നമ്മൾ കർത്താവിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചു, ദൈവത്തോട് ചേർന്ന് നിന്നു, അവിടുത്തെ വചനം ശ്രവിച്ചു. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ ആഴ്ചയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഞായറാഴ്ച മുതൽ നടക്കുന്ന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്മ ചെയ്യുന്നതിൽ ഉത്സുകരായി നമ്മോട് ചേർന്ന് അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥന ഒരു യഹൂദന്റെ കർത്തവ്യമാണ്, ഉത്തരവാദിത്വമാണ് ഇത് ചെയ്യുക എന്നുള്ളത്. ഹല്ലേലൂയ. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും ആ ദൈവം പ്രസാദിക്കുന്നില്ലല്ലോ എന്ന ചിന്ത എല്ലാ മതവിശ്വാസികളുടെ ഉള്ളിലുമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ആ പ്രതിസന്ധിക്കാണ് ഈശോ ഒരു ഉത്തരം നൽകിയത്. ഈശോ പറഞ്ഞു, സ്വന്തം യോഗ്യതയിൽ ആർക്കും ദൈവപിതാവിന്റെ അടുക്കൽ എത്താൻ പറ്റുകയില്ല. അവിടെ നിങ്ങളൊരു കാര്യം ചെയ്യും, എൻ്റെ യോഗ്യതയിൽ നിങ്ങൾ പിതാവിനെ വിളിച്ചുകൊള്ളുക. അപ്പൊ ദൈവപിതാവിന്റെ എല്ലാ ബ്ലെസ്സിങ്ങും നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. അതോടെ ആ പ്രോബ്ലം സോൾവ് ചെയ്യപ്പെട്ടു. ഇനി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ യോഗ്യതയിലല്ല, യേശുവിന്റെ യോഗ്യതയിലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ നമുക്ക് വേണ്ടി ചെയ്ത എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ യോഗ്യതയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ആ യോഗ്യത നമ്മൾ അവകാശപ്പെടുന്നത് വഴി നമ്മളിലേക്ക് എല്ലാ വിധത്തിലുള്ള കൃപകളും അനുഗ്രഹങ്ങളും ഒഴുകാൻ തുടങ്ങും. സ്വരമുയർത്തി വിളിച്ച് ഈശോയെ രക്ഷക, ഈശ്വര, എല്ലാവരും സൗഖ്യമേ, മന്ത്രവാദത്തിലേക്ക് കൂടോത്രത്തിലേക്കും പോകുന്നു. മന്ത്രവാദ കൂടോത്രം നടത്തി മന്ത്രശരുടെ ഏലസ് ജപിച്ച് കെട്ടുന്നു. വേറെ ചിലര് തകിടുകൾ വീടിനുള്ളിലും പറമ്പിലൊക്കെ കുഴിച്ചു മൂടുന്നു. വേറെ ചിലര്
മദ്യശാലയിൽ പോയിരുന്ന് മദ്യപിച്ച് ആശ്വാസം കണ്ടെത്താൻ നോക്കുന്നു. ഇതാണ് ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്നത്. എന്നാൽ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയുക, ഈ പ്രവൃത്തികളെല്ലാം വിശുദ്ധ ബൈബിളിന് നിരക്കാത്ത പ്രവൃത്തികളാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ആരാധന ആരാധന സൗഖ്യമേ ആരാധന സൗഖ്യമേ ആരാധന ആരാധന സൗഖ്യമേ ആരാധന യേശുവേ. Divine, divine, divine blessing. Divine, divine, divine. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചെന്നൈയിൽ നിന്ന് വരാം. എൻ്റെ ഭർത്താവും 3 മക്കളാ. ഡിവൈൻ ധ്യാനം ഒരാഴ്ച റിട്രീറ്റ് കൂടാൻ വന്ന വളരെ ഒരു മനസ്സ് ഭയങ്കര വേദനയായിട്ട് വന്ന, പക്ഷെ ഇവിടെ ധ്യാനം കൂടിയപ്പോൾ വളരെ ദൈവത്തിന്റെ ആശ്വാസവും പരിശുദ്ധാത്മാവിന്റെ ഇടപെടലും എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഒന്നല്ല രണ്ടല്ല, സകല കാര്യത്തിലും ദൈവത്തിന്റെ ഇടപെടൽ ഞാൻ ഉണർന്നിട്ടുണ്ട്. കൂടുമൊക്കെ ദൈവത്തിന്റെ ധ്യാനം ഒരു 4 പ്രാവശ്യമായിട്ട് ഞാൻ കൂടി ദൈവത്തിന്റെ അനുഗ്രഹം പെറ്റിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കൊച്ചിന് ആസ്മ സിവിയർ ആയിരുന്നു. അത് 4 ഡോക്ടറെ മാറി കാണിച്ചു, മാറിയില്ലായിരുന്നു. ഇവിടെ ദൈവം പ്രാർത്ഥന ഇടയ്ക്ക് അവളെ തൊട്ട് അത്ഭുതമായിട്ട് സൗഖ്യപ്പെടുത്തി. ആ നിമിഷം അവള് മരുന്ന് വിട്ട് കഴിക്കുന്നില്ല, നിർത്തി. ഇതുവരെയും ഇപ്പോൾ ഒരു 7-8 മാസമായി ഒരു പനിയായിട്ടോ അല്ലെങ്കിൽ കോൾഡായിട്ടോ ആസ്മ ഏത് പ്രോബ്ലം ഇതുവരെയും വന്നിട്ടില്ല. ദൈവത്തിന് കോടി നന്ദി. എല്ലാ മഹിമയും കർത്താവിന്. എൻ്റെ പേര് ശ്യാമല. I am coming from Andhra Pradesh. I attended here retreat Porta Devan Dhyana Kendram. I got a lot of spirit here and I was filled with the Holy Spirit and I was so happy. All my depression and everything has gone. Now I am very happy. Malayalam korchu ariyu. Even though I understand and I received the graces from God. So everybody come here and take blessings and many healings from this retreat center. Thank you very much. താങ്കളുടെ നടുവിന്റെ വേദന മാറിയില്ല എന്നതിന്റെ അർത്ഥം പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്നല്ല. വേദന മാറാത്തത് പ്രാർത്ഥന ദൈവം കേൾക്കാത്തത് കൊണ്ടല്ല. ചേട്ടന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. അത് ചേട്ടന്റെ ശിരസിന് മുകളിൽ അതൊരു അനുഗ്രഹമായി നിൽപ്പുണ്ട്. വേദന മാറിയില്ല എന്നതിന്റെ അർത്ഥം പ്രാർത്ഥന കേട്ടില്ലെന്നല്ല. ദൈവസന്നിധിയിൽ ചേട്ടന്റെ അപേക്ഷകളും പ്രാർത്ഥനകളും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചേട്ടൻ ധൈര്യമായിട്ട് ഇരുന്നു. ചേട്ടനെ ദൈവം ഉപേക്ഷിക്കില്ല. ചേട്ടനെ ദൈവം സുഖപ്പെടുത്തും. ഒരുപക്ഷെ ചേട്ടനെ ദൈവം സുഖപ്പെടുത്തുന്നത് ചേട്ടൻ വീട്ടിലേക്ക് ഇപ്പോൾ പോകുന്ന വഴിക്കാവാം, അല്ലെങ്കിൽ ഒരുപക്ഷെ വീട്ടിൽ ചെന്നിട്ടാവാം, അല്ലെങ്കിൽ ഈ വരും ദിവസങ്ങളിൽ തന്നെ ചേട്ടനെ ദൈവം സുഖപ്പെടുത്തും. എൻ്റെ പേര് ലിതിയ എന്നാണ്. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. എറണാകുളം കുമ്പളങ്ങിയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ വന്ന് ധ്യാനം കൂടിയതിന് ശേഷം മനസ്സിന് ഒരുപാട് സന്തോഷവും ഒരു സമാധാനവും കിട്ടി. പിന്നെ കുറേ ലൈഫിൽ ഒരുപാട് തീരുമാനങ്ങൾ നമുക്ക് മാറ്റാനുണ്ട് എന്നുള്ള ഒരു കൃപ ലഭിച്ചു. എന്തായാലും ഇനി നല്ല പാപങ്ങളൊന്നും വീഴാതെ നല്ലൊരു ലൈഫ്
കിട്ടാൻ വേണ്ടിയിട്ടുള്ള അച്ഛൻ്റെ ക്ലാസ്സുകളെല്ലാം കൂടിയതുകൊണ്ട് ഇനി നല്ലൊരു ജീവിതം ജീവിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈ ബലിപീഠത്തിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ കർത്താവിന് സമർപ്പിക്കാം. കുടുംബ ബന്ധങ്ങളെ കർത്താവിന് സമർപ്പിക്കാം. കുടുംബത്തിൻ്റെതായ നിയോഗങ്ങൾ സമർപ്പിക്കാം. കർത്താവിൻ്റെ കരുണ സ്വർഗത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന അനുഗ്രഹത്തിൻ്റെ മണിക്കൂറാണ് വിശുദ്ധ കുർബാന. കർത്താവ് ഈ തിരുബലിയിലൂടെ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ജീവിത മേഖലകളെയെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകമായ ഒരു നിയോഗം ഈ ബലിപീഠത്തിൽ സമർപ്പിക്കാം. എല്ലാ പ്രാർത്ഥനകളും എല്ലാ നിയോഗങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സ്നേഹത്തോടെ ഈ ബലി അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. Divine, divine, divine blessing. Divine, divine, divine. എൻ്റെ പേര് സിസ്റ്റർ ജെയിൻ മേരി. ഞാൻ മാർത്താണ്ഡത്തിൽ നിന്ന് വരുന്നു. എനിക്ക് നല്ല നടുവേദന ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി സ്കാൻ എടുത്തപ്പം അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഡിസ്ക് സെർവിക്കൽ കഴുത്ത് തൊട്ട് ലാസ്റ്റ് വരെ അതിൻ്റെ അലൈൻമെൻറ്റ് മാറിയിരിക്കുമെന്ന് പറഞ്ഞു. സർജറി ചെയ്താലേ നടക്കത്തുള്ളൂ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ധ്യാനം കൂടി അതിലെനിക്ക് സൗഖ്യം കിട്ടി. ദൈവത്തിന് നന്ദി. സ്നേഹമുള്ളവരെ, നമുക്ക് എല്ലാ ആഴ്ചകളിലും 7 ഭാഷയിലുള്ള ധ്യാന ശുശ്രൂഷയുണ്ട്. എല്ലാ ഞായറാഴ്ച ആരംഭിച്ച് വെള്ളിയാഴ്ച തീരുന്നു. തമിഴ് ധ്യാനവും ഞായറാഴ്ച തന്നെ ആരംഭിച്ച് അത് വെള്ളിയാഴ്ച തീരുകയാണ്. തെലുങ്ക് ധ്യാനവും ഞായറാഴ്ച ആരംഭിച്ച് വെള്ളിയാഴ്ച തീരുകയാണ്. അതോടൊപ്പം എല്ലാ മാസാവസാന വെള്ളിയാഴ്ച ദമ്പതികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ധ്യാനമുണ്ട്. അത് എല്ലാ മാസവും മാസാവസാനത്തെ വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസങ്ങളിൽ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ഞായറാഴ്ച ഒരു 3 മണിയോടുകൂടെ ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടെ ആ ധ്യാന ശുശ്രൂഷ തീരും. അതും ഇങ്ങനെ നല്ല രീതിയിൽ നടക്കുന്നു. അനേകർ വന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുന്നു. നേരത്തെ ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ധ്യാന സമയത്ത് ധ്യാന കേന്ദ്രത്തിലേക്ക് വന്ന് ചേർന്നാൽ മതി. എൻ്റെ പേര് ഷാനി. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. എനിക്ക് ഡിവൈൻ ധ്യാനം കൂടിയപ്പോൾ ഭയങ്കര മനസ്സിന് സന്തോഷമാണ് ഉണ്ടായത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്താണ് തീരുമാനം എടുക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് ഞാൻ ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഡിവൈനിലെ ധ്യാനവും വചന ശുശ്രൂഷയിലൂടെയൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമാണ് ഉണ്ടായേക്കുന്നത്. എനിക്ക് എൻ്റെ മനസ്സിന് ശക്തി കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി ജീവിതത്തിൽ എന്ത് തീരുമാനം എടുത്താലും അത് ഞാൻ ദൈവത്തിനോട് കൂടെ ആയിരിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. പണക്കാച്ചൻ വന്നിട്ട് പറഞ്ഞു, 1 യോഹന്നാൻ 1 എടുക്കാൻ പറഞ്ഞു. ദൈവമേ, ഞാനൊരു 1/2 മണിക്കൂർ കഷ്ടപ്പെട്ടു. ഞാൻ വിയർത്ത് വിവശനായി. ഞാനത് എടുക്കണ്ടോന്ന് എൻ്റെ ഭാര്യ അവിടെ ഇരുന്ന് നോക്കുകയാണ്. നിങ്ങൾ എൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കി. അപ്പൊ എൻ്റെ ഒരു പരവേശം കണ്ടിട്ട് എൻ്റെ അടുത്തിരിക്കുന്ന ആൾ ചോദിച്ചു, എന്താ ഇങ്ങനെ വിയർക്കണേ? ഞാൻ പറഞ്ഞു, 1 യോഹന്നാൻ 1 കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ഈ വായിക്കണ ഭാഗം നോക്കിയപ്പോ അയാൾ പറഞ്ഞു, ഇവിടെ ഇല്ല. ബ്രദർ നോക്കണത് പഴയ നിയമത്തിലാണ്, പുള്ളി പുതിയ നിയമത്തിൽ കിടക്കുകയാണ് യോഹന്നാൻ. അങ്ങനെ പുള്ളിയുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ 1 യോഹന്നാൻ 1:1 കണ്ടത്.
എബി എന്നാണ്, എറണാകുളത്ത് നിന്നാണ് സ്വദേശം. കർത്താവിന്റെ കൃപയില്ലാണ്ട് ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കി തന്ന ഒരു ധ്യാനമാണിത്. തികച്ചും സാധാരണ ഒരു ധ്യാനത്തിന് പങ്കെടുക്കാത്തതിനെ ഇത്രയും പിടിച്ചിരുത്തെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴൊരു സന്തോഷം വേറെ രീതിയിലുള്ളതായ സന്തോഷത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സന്തോഷമാണ് ഇനിയിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Divine, divine, divine blessing. Divine, divine, divine. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, എന്താണ് സത്യം? സത്യം എന്താണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17 പറയുന്നു, അങ്ങയുടെ വചനമാണ് സത്യം. എൻ്റെ പേര് ഗ്ലോറിയ. ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ഇവിടെ ധ്യാനത്തിന് വന്നതിന് ശേഷം എനിക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കുരിശുമരണത്തിന് മുന്നുള്ള ആ ഉപദേശത്തിൽ ശിഷ്യന്മാരെ പറഞ്ഞ് ഈശോ അവരുടെ ജീവിതത്തെ തന്നിലുള്ള വിശ്വാസത്തിലേക്കും മരണാനന്തര ജീവിതത്തിലേക്കും പ്രത്യാശയിലേക്കും അവരുടെ ജീവിതത്തെ കൈപിടിച്ച് ഉയർത്തുകയാണ്. അതിനെക്കുറിച്ചുള്ള ആഴമായിട്ടുള്ള ബോധ്യം കൊടുക്കുകയാണ്. അതെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വിശുദ്ധ ഗ്രന്ഥം പഠിക്കുകയാണെങ്കിൽ മനുഷ്യനെ ഒരിക്കലും പിരിയാൻ ആഗ്രഹിക്കാത്ത, കൂടെ വസിക്കുന്ന, കൈപിടിച്ച് നയിക്കുന്ന, കഷ്ടതകളിൽ സഹായിക്കുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. പാപമോചനവും രോഗശാന്തിയും തമ്മിൽ വലിയ ബന്ധമാണ്. പാപം മോചിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: നീ പാപത്തിൽ ആയതിനാൽ നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നില്ല. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞങ്ങളെല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഇവിടെ നടക്കുന്ന ധ്യാന ശുശ്രൂഷകളിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. അതേ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. സ്നേഹമുള്ളവരെ, പലവിധ കാരണങ്ങളാൽ ഇന്ന് പലരുടെ ഹൃദയം അസ്വസ്ഥമാണ്. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാവാം. നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒരുപക്ഷെ മനസ്സിന് സന്തോഷം തരുന്ന വിധത്തിലുള്ളത് ആയിരിക്കണമെന്നില്ല. അങ്ങനെ പല വിധത്തിൽ അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ടാവാം. തമ്പുരാൻ പറയുകയാണ്, ദൈവത്തിലേക്ക് അണയുക, ദൈവത്തിൽ വിശ്വസിക്കുക. സ്നേഹമുള്ളവരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ദൈവത്തോട് ചേർന്നിരുന്ന് മനസ്സും ശരീരമൊക്കെ ശാന്തി പ്രാപിക്കുവാൻ, സമാധാനം അനുഭവിക്കുവാൻ ധ്യാന ശുശ്രൂഷകൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ആഴ്ചകളിലും നടത്തപ്പെടുന്നു. നമുക്കിവിടെ എല്ലാ ഞായറാഴ്ചകളിലും ധ്യാന ശുശ്രൂഷ ആരംഭിച്ച് വെള്ളിയാഴ്ച ധ്യാന ശുശ്രൂഷ തീരുകയാണ്. അപ്പോൾ ഈ ധ്യാനത്തിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥതകൾ, ടെൻഷനുകൾ, അതോടൊപ്പം തന്നെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആകുലതകളും ദൈവസന്നിധിയിൽ വന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് സമാധാനം, സന്തോഷം പ്രാപിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും
ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഈ ആലയത്തിലേക്ക് വലിയ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു.